Hello friends, welcome back to the Zero to Fluency Spoken English class. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ എങ്ങനെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ അവനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അവൻ 5 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ആ പുസ്തകം പലതവണ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരത്തിലേക്ക് കയറി വരുന്ന ഒരു ആശയമാണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഒരു ആശയത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ആശയത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ എങ്ങനെയാണത് പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേർബിൻ്റെ ആ ക്രിയയുടെ V3 ഫോം, അല്ലേ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് ഓരോ വേർബിനും ഓരോ ക്രിയയ്ക്കും നമുക്ക് 3 പ്രധാനപ്പെട്ട രൂപങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് പ്രസൻറ്റ്, മറ്റൊന്ന് പാസ്റ്റ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ മുമ്പ് V1, V2, V3 എന്നൊക്കെ സ്കൂൾ തലം മുതൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇവിടെ പലർക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്ന ഒരു വിഷയമാണിത്. ഓരോ വേർബിൻ്റെയും ഇങ്ങനെ 3 ഫോമൊക്കെ പഠിച്ച് വെക്കുക എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. മറ്റൊന്നുമില്ല, 2 രീതിയിലാണ് ഈ പാസ്റ്റ് അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉണ്ടാവുക. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡിൻ്റെ അവസാനം ഒരു ED ചേർത്ത് കൊടുക്കൽ കൊണ്ട് നമുക്കതിൻ്റെ പാസ്റ്റ് അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കിട്ടും. ഉദാഹരണത്തിന് അബ്യൂസ്, ആക്ട്, ആഡ്, ബേക്ക്, ബിലീഫ് തുടങ്ങിയ വേർഡിൻ്റെയൊക്കെ പാസ്റ്റ് അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉണ്ടാക്കാൻ അതിൻ്റെ അവസാനത്തിലൊരു ED ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അബ്യൂസ്, അബ്യൂസിൽ, ആക്ട്, ആക്റ്റഡ് എന്നിങ്ങനെ. അപ്പോൾ നമുക്കിതിൽ ഉപയോഗിക്കേണ്ടത്, ഈ ഒരു ആശയത്തിലെ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കേണ്ടത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. ഇനി മറ്റൊരു രീതിയിൽ ഇതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കിട്ടും. അതായത് ചില വേർഡ്സിൻ്റെ മൊത്തം മാറൽ കൊണ്ട് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാക്കുന്ന സമയത്ത് അതിൻ്റെ വേർഡിൽ തന്നെ ചില മാറ്റങ്ങൾ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എറോയ്സ്, എവോക്ക്, ബിയോ, ബിക്കം, ബീഗൻ തുടങ്ങിയ വേർഡ്സിൻ്റെയൊക്കെ പാസ്റ്റ് അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം. ഇപ്പോൾ എറോയ്സ് എന്നതിൻ്റെ എറോസ്, എറോയ്സൺ, എവേക്ക്, എവോക്ക് തുടങ്ങിയ സ്പെല്ലിങ്ങിൽ തന്നെ നമുക്ക് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ പാസ്റ്റ് രൂപം ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത്, അതായത് ഈ ഒരു ആശയത്തിലെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്, അതായത് V3 ഫോമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്. സാധാരണ ഞാൻ എന്നുള്ളതിന് നമ്മൾ I എന്നാണ് പറയാറല്ലേ. നീ എന്നുള്ളതിനോ യു എന്നാണ്. അവർ എന്നുള്ളതിന് they എന്നാണ്. നമ്മൾ എന്നുള്ളതിന് we എന്നാണ്. അവൻ എന്നുള്ളതിന് he എന്നാണ്. അവൾ എന്നുള്ളതിന് she എന്നാണ്. അത് ഇതെന്നൊക്കെ പറയാൻ നമ്മൾ it എന്നൊരു വേർഡും ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ I, you, they, we, he, she, it. ഞാൻ, നീ, അവർ, നമ്മൾ, അവൻ, അവൾ, അത്, ഇത് എന്നൊക്കെ. ഇനി ഇവിടെ ഞാനൊരു വേർഡ് സെലക്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഈ ഒരു ആശയത്തിൽ എങ്ങനെ കാര്യങ്ങൾ പറയാം എന്ന് നോക്കാൻ വേണ്ടി ഒരു വേർഡ് ഞാൻ എടുക്കുകയാണ്. ഉദാഹരണത്തിന് മെയിൽ, അല്ലേ? നമുക്കെല്ലാം മെയിൽ അക്കൗണ്ടുകളുള്ളവരാണ്. അപ്പോൾ ജിമെയിലോ അല്ലെങ്കിൽ ഇമെയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ എന്ത് സന്ദേശം അയക്കുന്നതിന് നമ്മൾ സാധാരണ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്തു എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു വേർഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, മെയിൽ, അല്ലേ? ഇനി ഇവിടെ ഈ ഒരു ആശയത്തിൽ എങ്ങനെ കാര്യങ്ങൾ പറയാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ മെയിൽ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കണ്ടെത്തലാണ്. അപ്പോൾ മെയിൽ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ അവസാനം ഒരു ED ചേർത്ത് കൊടുക്കൽ കൊണ്ട് നമുക്കത് കിട്ടും. അപ്പോൾ മെയിൽ, മെയിൽഡ് എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കിട്ടിയാൽ ഇനി ഇവിടെ രണ്ട് ഓക്സിലറി വെർബ്സ് ചേർത്ത് കൊടുക്കൽ കൊണ്ട് നമുക്ക് ഈ ഒരു ആശയത്തിൽ കാര്യങ്ങൾ പറയാം. ആ 2 ഓക്സിലറി വെർബ്സ് ഇതാണ്, ഹാവ് അതുപോലെ ഹാസ് എന്നുള്ളത്. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൽ, അതായത് ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഹാവ് അതുപോലെ ഹാസ് എന്നതും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിൻ്റെ അവസാനത്തിൽ ഒരു ED ചേർത്ത് കൊടുക്കുകയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് മെയിൽഡ്. നീ മെയിൽ ചെയ്തിട്ടുണ്ട്, യു ഹാവ് മെയിൽഡ്. അവർ മെയിൽ ചെയ്തിട്ടുണ്ട്, they ഹാവ് മെയിൽഡ്. നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്, വി ഹാവ് മെയിൽഡ്. അവൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഹി ഹാസ് മെയിൽഡ്. അവൾ മെയിൽ ചെയ്തിട്ടുണ്ട്, ഷി ഹാസ് മെയിൽഡ്. അജ്മൽ മെയിൽ ചെയ്തിട്ടുണ്ട്, അജ്മൽ ഹാസ് മെയിൽഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ എളുപ്പമാണ്. ഇനിയിവിടെ നമുക്കിതിനെ കണ്ടസ്റ്റ് ചെയ്ത രൂപവും നമ്മൾ പത്രം വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുത്ത് കാണാം. അതായത്
ഐ ഹാവ് എന്നുള്ളതിനെ കണ്ടസ്റ്റ് ചെയ്ത് തരുമോ, അതുപോലെ യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്, ഹി ഹാസ് എന്നൊക്കെ. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്നുള്ളത് പറയുന്ന സമയത്ത് നമുക്ക് ഹി ഹാസ് എന്നുള്ളതിന് ഹീസ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഷി ഹാസ് എന്നതിന് ഷീസ് എന്ന്, ഇറ്റ് ഹാസ് എന്നുള്ളതിന് ഇറ്റ്സ് എന്നൊക്കെ പറയാം. അതിൻ്റെ കണ്ടസ്റ്റ് രൂപം ഇങ്ങനെയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള എഴുത്ത് നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ആശയത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാം. ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് മെയിൽഡ്. അവൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഹി ഹാസ് മെയിൽഡ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ മെയിൽ ചെയ്തിട്ടില്ല, നീ മെയിൽ ചെയ്തിട്ടില്ല, അവർ മെയിൽ ചെയ്തിട്ടില്ല, അവൻ മെയിൽ ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയും? വളരെ എളുപ്പമാണ്. ഈ ഹാഫ് എന്നതിൻ്റെയും ഹാസ് എന്നതിൻ്റെയും കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ മെയിൽ ചെയ്തിട്ടില്ല, ഐ ഹാവ് നോട്ട് മെയിൽഡ്. ഇനി അവൻ മെയിൽ ചെയ്തിട്ടില്ല, ഹി ഹാസ് നോട്ട് മെയിൽഡ്. ഇനി ഇതിനെ ഹാവ് നോട്ട് അതുപോലെ ഹാസ് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെയും കണ്ടസ്റ്റ് ചെയ്തിട്ട് ഹാവ് നോട്ട് എന്നുള്ളതിനെ ഹാവിൻറ്റ് എന്നും ഹാസ് നോട്ട് എന്നതിനെ ഹാസിൻറ്റ് എന്നും പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ മെയിൽ ചെയ്തിട്ടില്ല, ഐ ഹാവിൻറ്റ് മെയിൽഡ്. നീ മെയിൽ ചെയ്തിട്ടില്ല, യു ഹാവിൻറ്റ് മെയിൽഡ്. അവർ മെയിൽ ചെയ്തിട്ടില്ല, ദേ ഹാവിൻറ്റ് മെയിൽഡ്. നമ്മൾ മെയിൽ ചെയ്തിട്ടില്ല, വി ഹാവിൻറ്റ് മെയിൽഡ്. അവൻ മെയിൽ ചെയ്തിട്ടില്ല, ഹി ഹാസിൻറ്റ് മെയിൽഡ്. അവൾ മെയിൽ ചെയ്തിട്ടില്ല, ഷി ഹാസിൻറ്റ് മെയിൽഡ്. ഷിഹാബ് മെയിൽ ചെയ്തിട്ടില്ല, ഷിഹാബ് ഹാസിൻറ്റ് മെയിൽഡ്. അപ്പോൾ ഇത്ര എളുപ്പമാണ് ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ. അതുപോലെ നെഗറ്റീവ് പറയാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ്. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഫോമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനും അതുപോലെ WH ക്വസ്റ്റ്യനും. ഇതിൽ ആദ്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുമെന്നാണ് നോക്കുന്നത്. വളരെ എളുപ്പമാണ്. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അത് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഹാഫിനെയും അതുപോലെ ഈ ഹാസിനെയും നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാവ് ഐ മെയിൽഡ്. നീ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു മെയിൽഡ്. അവർ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാവ് ദൈ മെയിൽഡ്. നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാവ് വി മെയിൽഡ്. അവൻ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാസ് ഹി മെയിൽഡ്. അവൾ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷി മെയിൽഡ്. അജ്മൽ മെയിൽ ചെയ്തിട്ടുണ്ടോ? ഹാസ് അജ്മൽ മെയിൽഡ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാനെന്ന് മനസ്സിലാക്കുക. ഹാവ് അതുപോലെ ഹാസ് ഇതിനെ നേരെ എടുത്തിട്ട് നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലേ. അതായത് ഞാൻ മെയിൽ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ നീ മെയിൽ ചെയ്തിട്ടില്ലേ, അവർ മെയിൽ ചെയ്തിട്ടില്ലേ അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ നെഗറ്റീവ് രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അത് ചോദിക്കാൻ നമ്മൾ നേരത്തെ ആ നോട്ടിന് വീണ്ടും ഇവിടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ആശയത്തിൽ ചോദിക്കാൻ പറ്റും. അതായത് ഹാവിൻറ്റ് ഐ മെയിൽഡ്. ഞാൻ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാവിൻറ്റ് യു മെയിൽഡ്. നീ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാവിൻ ദേ മെയിൽഡ്. അവർ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാവിൻ വി മെയിൽഡ്. നമ്മൾ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാസൻ ഹി മെയിൽഡ്. അവൻ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാസൻ ഷി മെയിൽഡ്. അവൾ മെയിൽ ചെയ്തിട്ടില്ലേ. ഹാസൻ ഷിഹാബ് മെയിൽഡ്. ഷിഹാബ് മെയിൽ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക എന്ന് നോക്കാം. അത് ഇതിനേക്കാൾ എളുപ്പമാണ്. ചെയ്യേണ്ടത് നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ WH ക്വസ്റ്റ്യനിലെ ഏത് വേർഡാണോ അതിനെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഉദാഹരണത്തിന് ഞാനിവിടെ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ വെൻ ഹാവ് ഐ മെയിൽഡ്. ഞാൻ എപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാവ് യു മെയിൽഡ്. നീ എപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാവ് ദേ മെയിൽഡ്. അവരെപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാവ് വി മെയിൽഡ്. നമ്മളെപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാസ് ഹി മെയിൽഡ്. അവനെപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാസ് ഷി മെയിൽഡ്. അവളെപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? വെൻ ഹാസ് ഷിഹാബ് മെയിൽഡ്. ഷിഹാബ് എപ്പോഴാണ് മെയിൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മെയിൽ എന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വേർബിൻ്റെ V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക. പിന്നെ പ്ലൂറലിൻ്റെ കൂടെ, അതായത് ബഹുവചനത്തിൻ്റെ കൂടെ ഹാവ് എന്നും അതുപോലെ സിംഗുലർ ഏകവചനത്തിൻ്റെ കൂടെ ഹാസ് എന്നും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി ഹാവ് ഹാസ് എന്ന് കണ്ടാൽ അവിടെ മനസ്സിലാക്കുക അത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ആശയത്തിലാണ് ആ രണ്ട് വേർഡ് ഉപയോഗിക്കുന്നത്, ആ രണ്ട് ഓക്സിലറി വേർബ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എവിടെ ഹാസ് ഹാവ് കണ്ടാലും നമ്മൾ തിരിച്ചറിയുക അത് ഉണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന ആശയത്തിലാണ് അവിടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.